ചോദിക്കും ചോദ്യം. സർ, ഇത്തരത്തിൽ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നുണകളുടെ പ്രവാഹം സൃഷ്ടിച്ച് ഈ നാടിനെ തന്നെ അവമാനപ്പെടുത്തുന്ന ഈ UDF-നെ ജനങ്ങൾ തള്ളിക്കളയാൻ പോവുകയാണ് സാർ. ഇത്ര നാണം കെട്ടൊരു സമര പരിപാടി ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് സാർ. ഇവിടെ പാർലമെന്റ് മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഒരു അടിയന്തര പ്രമേയത്തിന് വിഷയം പോലും കിട്ടാതെ അവസാനിപ്പിച്ച ഒരു സമരം വീണ്ടും തട്ടിപ്പൊക്കി എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് സാർ. ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് സാർ. ചോദ്യോത്തര വേളയിലൂടെ ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തെയാണ് സാർ ഇവർ ചോദ്യം ചെയ്യുന്നത്. സാർ, അങ്ങ് ശക്തമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, കടുത്ത അവഗണന റെയിൽവേ വിഷയങ്ങളിൽ, റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് നേരിടുന്ന ഈ സന്ദർഭത്തിലും റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതും പുതിയ പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുന്ന കാര്യത്തിലും മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് സാർ ഈ കേരളത്തിലെ ഗവൺമെന്റ്. ഇനി ഈ വർഷം എത്ര മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് അറിയിക്കാൻ കഴിയുമോ? കേരള നിയമസഭയിൽ പ്രതിപക്ഷം നടത്തുന്ന ഈ തരത്തിലുള്ള ജനാധിപത്യത്തിനെതിരെയുള്ള ഈ കടന്നുകയറ്റത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് സാർ. സാർ, ഓരോ ലെവൽ ക്രോസും നിർമ്മിക്കുന്നതിന് ഈ സർക്കാർ കാണിക്കുന്ന ഒരു ഇച്ഛാശക്തിയുണ്ട് സാർ. സാർ, UDF-ന്റെ കാലത്ത് അവർ എത്ര മേൽപ്പാലങ്ങൾ ROBകൾ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് സാർ? എത്ര തുക മുടക്കിയിട്ടുണ്ട് സാർ? എത്ര അടിപ്പാതകൾ നിർമ്മിക്കുന്നുണ്ട്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഒന്ന് ചാലഞ്ച് ചെയ്യുന്നു സാർ. അത് ഒന്ന് താരതമ്യം ചെയ്യാമോ? ഇവിടെ ലെവൽ ക്രോസുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, ആളുകൾക്ക് അവിടെ സമയം യാത്രയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി സാർ, ഓരോ ജീവനും വിലപ്പെട്ടതല്ലേ സാർ? ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അപ്പോൾ ആ നിലയിൽ ഈ സർക്കാർ എടുക്കുന്ന ROBകൾ നിർമ്മിക്കുന്നതിനും അടിപ്പാതകൾ നിർമ്മിക്കുന്നതിനും എടുക്കുന്ന ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടപെടലാണ് സാർ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമാണ് വാസ്തവത്തിൽ ഇവിടെ പ്രതിപക്ഷം നടത്തുന്നത് സാർ. സാർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ഇനി എത്ര മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നു എന്ന് ചോദിച്ചു അദ്ദേഹം. സാർ, നിലവിൽ 26 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം RBDCK, KRDCL എന്നിവ വഴി പുരോഗമിക്കുന്നുണ്ട്. പാവങ്ങാട് ROB, പുതുക്കാട് ROB, പുതിയകാവ് ചക്കുവള്ളി ROB തുടങ്ങിയവ ആരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ പി മമ്മിക്കുട്ടി. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരായി ഒരുമിച്ച് നിന്ന് അതിനെതിരായി പ്രതിഷേധിക്കേണ്ട കേരളത്തിലെ പ്രതിപക്ഷക്കാർ കേന്ദ്ര ഗവൺമെന്റിനെതിരായി കാമ എന്നൊരു ശബ്ദം മുഴക്കാൻ തയ്യാറല്ലാതെ ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരായി സമരാഭാസവുമായി മുന്നോട്ട് പോകാണ് സാർ. എൻ്റെ ചോദ്യം, റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിഭാഗത്ത് പാർക്കുകളാക്കി മാറ്റുന്ന പദ്ധതി വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തുടർന്ന് പുതുതായി എത്ര പ്രദേശത്ത് പാർക്കുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പദ്ധതികളിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സാർ, ഈ പാലങ്ങൾക്ക് അടിഭാഗത്തുള്ള പാർക്ക് പദ്ധതി സാർ. സാർ, അതിൽ വലിയ ജനസ്വീകാര്യതയും അതിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആളുകൾ തന്നെ ഈ പാർക്ക് പദ്ധതിയെക്കുറിച്ച് വലിയ രീതിയിൽ അവരുടെ അതിലുള്ളൊരു അഭിനന്ദനവും ഒക്കെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് സാർ. സാർ, ഈ ഒരു പാർക്ക് പദ്ധതി 7 ഇടങ്ങളിൽ പുതുതായിട്ട് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് തുടരുകയാണ് സാർ. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. വിവരങ്ങളുമായി തുടരുന്നുണ്ട്.